തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബി.ജെ.പിക്ക് തിരുവനന്തപുരത്ത് നേരിടേണ്ടി വരുന്നത് കടുത്ത പ്രതിസന്ധിയാണ്. സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത വിമർശനം ബി.ജെ.പി നേരിടുന്നുണ്ട്. അതിൽ പ്രധാനം തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന തിരുമല അനിൽ അടുത്തിടെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജീവനൊടുക്കിയ സംഭവമാണ്. അനന്തപുരി സഹകരണ സംഘത്തിലെ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അനിലിന്റെ മരണം വരെ എത്തിച്ചത്. വിഷയത്തിൽ അന്നു തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. അനിൽ മരിക്കും മുൻപ് എഴുതിയ കുറിപ്പും ഇതിന് നിദാനമായി. ഇപ്പോഴിതാ അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്ക് തിരിച്ചടിയായി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ബി.ജെ.പി മുൻ സംസ്ഥാന വക്താവായ എം.എസ്. കുമാർ. പാർട്ടി നേതൃത്വത്തിന്റെ അവഗണനയാണ് സ്വന്തം മക്കളെ പോലും മറന്ന് കടുങ്കൈ ചെയ്യാൻ അനിലിനെ പ്രേരിപ്പിച്ചത് എന്നാണ് കുമാർ പറയുന്നത്. സമാന സാഹചര്യത്തിലൂടെയാണ് താനും കടന്നു പോകുന്നത് എന്നും കുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അനന്തപുരി സഹകരണ സംഘം ഭാരവാഹിയായിരുന്നു തിരുമല അനിൽ. ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ബി.ജെ.പി നേതാക്കൾക്കെതിരെ സൂചന നൽകിയ എം.എസ്. കുമാറും ഇതേ സഹകരണ സംഘത്തിലെ അംഗമാണ്. സഹകരണ സംഘത്തിൽ നിന്ന് പലരും എടുത്ത വായ്പ തിരിച്ചടയ്ക്കാതെ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായി. ഈ ബാധ്യത താങ്ങാനാകാതെയാണ് ഒരു കുറിപ്പെഴുതി വെച്ച് അനിൽ മരിച്ചത്. ഇപ്പോൾ എം.എസ്. കുമാറിന്റെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത് അനിലിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ബി.ജെ.പി നേതൃത്വം തന്നെയാണ് എന്നാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അനിലിന്റെ മരണവും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ നേരത്തെയുണ്ട്. ഇപ്പോൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എം.എസ്. കുമാർ പറയുന്നതും അതുതന്നെയാണ്. ചുരുങ്ങിയ പക്ഷം തിരുവനന്തപുരം കോർപ്പറേഷനിലെങ്കിലും അനിലിന്റെ മരണവും അതിന്റെ കാരണങ്ങളും ചർച്ചയാകുമെന്നാണ് കുമാറും പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണമായി കുമാർ ചൂണ്ടിക്കാണിക്കുന്നതും അനിലിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ബി.ജെ.പി പാർട്ടിയും അതിന്റെ നേതാക്കളും പ്രവർത്തകരുമാണ് എന്നാണ്. ഒപ്പം നിൽക്കുമെന്ന് കരുതിയ പാർട്ടി അനിലിനൊപ്പം നിന്നില്ല. താൻ ഉൾപ്പെട്ട സഹകരണ സംഘത്തിൽ നിന്നും വായ്പയെടുത്തിട്ടുള്ള 70% പേരും ബി.ജെ.പിക്കാരാണ്. തിരിച്ചടയ്ക്കാത്തവരിൽ 90% പേരും അതേ പാർട്ടിക്കാർ തന്നെ. അതിൽ സാധാരണ പ്രവർത്തകർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെയുണ്ട്. പാർട്ടി അനിലിനെ സാമ്പത്തികമായി സഹായിക്കണം എന്നില്ലായിരുന്നു. പക്ഷേ തിരിച്ചടയ്ക്കാത്തവരെ കൊണ്ട് വായ്പ തിരിച്ചടപ്പിച്ചിരുന്നുവെങ്കിലും സ്വന്തം മക്കളെ മറന്ന് അനിലിന് കടുങ്കൈ ചെയ്യേണ്ടി വരില്ലായിരുന്നുവെന്നുകൂടി കുമാർ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. സഹകരണ സംഘത്തിലെ വായ്പാ തിരിച്ചടവ് മുടക്കിയവരിൽ ബി.ജെ.പി സംസ്ഥാന ഭാരവാഹികൾ വരെ ഉണ്ടെന്നും പട്ടിക പുറത്തുവിടുമെന്നുമാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സഹകരണ സംഘം അംഗമായതിനാൽ തന്നെ കുമാറിന് വായ്പ എടുത്തവരെ കുറിച്ച് നല്ല ധാരണയുണ്ടാകും. ആ പേരുകൾ പുറത്തുവിട്ടാൽ അനിലിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പാർട്ടി തന്നെയാണ് എന്ന് ജനം തിരിച്ചറിയുകയും അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ബി.ജെ.പിക്ക് നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ കുമാറിന്റെ വെളിപ്പെടുത്തലിനോട് ബി.ജെ.പി നേതൃത്വം കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. അനിലിന്റെ മരണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തിയിരിക്കെ മുൻ സംസ്ഥാന വക്താവിന്റെ വെളിപ്പെടുത്തലിനോട് കരുതലോടെ നിലപാടെടുത്താൽ മതിയെന്ന് ബി.ജെ.പി നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. മറുവശത്ത് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി മുതലെടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. യുവനേതാക്കളിലെ പ്രമുഖനും കോൺഗ്രസിന്റെ സൗമ്യ മുഖവുമായിരുന്ന ജി കാർത്തികേയന്റെ മകനുമായ കെ.എസ്. ശബരീനാഥനെ ഉയർത്തിക്കാട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഡി.സി.സി ഓഫീസിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ബി.ജെ.പിക്ക് വ്യക്തമായ സ്വാധീനമുള്ള തദ്ദേശ സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ബി.ജെ.പിക്ക് സംസ്ഥാനത്ത് ഭരണം കിട്ടാൻ സാധ്യതയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒന്നും തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഭരണം പിടിക്കാൻ കരുത്തരും ജനകീയരുമായ മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കണമെന്നാണ് പാർട്ടി നേതൃയോഗത്തിൽ ഉയർന്നു വന്ന ധാരണ. അതുകൊണ്ട് തന്നെയാണ് ശബരിയെ പോലൊരു കരുത്തനും ജനകീയനുമായ നേതാവിനെ ഇറക്കിക്കളിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ശബരിനാഥന്റെ വീട് ഉൾക്കൊള്ളുന്ന ശാസ്തമംഗലം വാർഡ് വനിതാ സംവരണമാണ്. അതിനാൽ തൊട്ടടുത്ത കവടിയാറിൽ നിന്നായിരിക്കും ശബരിനാഥൻ മത്സരിക്കുക. കെ.പി.സി.സി ഭാരവാഹികളും കെ.എസ്.യു യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുമടക്കം കോർപ്പറേഷനിൽ മത്സരരംഗത്തുണ്ടാകുമെന്ന് സൂചനയുണ്ട്. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സീറ്റ് നിലയിൽ 3-ാം സ്ഥാനത്താണ് കോൺഗ്രസ്. ഇക്കുറി കോർപ്പറേഷനിൽ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്ന ലക്ഷ്യവുമായി കോൺഗ്രസ് നേരത്തെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. ശബരിനാഥനെ പോലൊരു മുൻ എം.എൽ.എയെ യുവനേതാവിനെ കളത്തിലിറക്കുന്നതിലൂടെ യുവാക്കളെ അടക്കം ആകർഷിക്കാനാകുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. കണ്ടുപഴകിയ മുഖങ്ങൾക്ക് പകരം പൊതു സ്വീകാര്യതയ്ക്ക് പ്രാധാന്യം നൽകിയപ്പോഴാണ് ശബരിക്ക് നറുക്കുവീണത്. തിരുവനന്തപുരത്തിന്റെ ഭാവിയെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടോടെ സംസാരിക്കുന്ന ശബരിയിലൂടെ വിദ്യാസമ്പന്നരുടെ അടക്കം വോട്ട് ആകർഷിക്കാമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു.
വീണ എസ് നായർ, MS അനിൽകുമാർ, GV ഹരി എന്നിവരോടടക്കം മത്സരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് വിവരം. നിലവിൽ UDFന് 10 സീറ്റുകൾ മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. 8 സീറ്റുകൾ കോൺഗ്രസിനും 2 സീറ്റുകൾ ഘടകകക്ഷികൾക്കും. K മുരളീധരനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതല. അദ്ദേഹം നയിക്കുന്ന വാഹന പ്രചാരണ ജാഥ തിങ്കളാഴ്ച ആരംഭിക്കുന്നതിനു മുന്നേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള BJP അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ കൂടിയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. AICCയുടെ ഇടപെടലിനെ തുടർന്നാണ് ശബരി ഉൾപ്പെടെയുള്ളവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത് എന്നാണ് വിവരം. എന്ത് വില കൊടുത്തും കോർപ്പറേഷൻ പിടിക്കാനാണ് മുൻ MLA കൂടിയായ KS ശബരിനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കോൺഗ്രസ് രംഗത്തിറക്കുന്നത്. ശബരിനാഥന്റെ നേതൃത്വത്തിലുള്ള യുവനിരയും പ്രവർത്തന പാരമ്പര്യവുമുള്ള മുതിർന്ന നേതാക്കളും ഉൾപ്പെടുന്നതാകും തിങ്കളാഴ്ച പുറത്തിറങ്ങുന്ന പട്ടിക. പതിവ് തെരഞ്ഞെടുപ്പ് രീതിയിൽ നിന്ന് മാറി സ്ഥിരം മത്സരിക്കുന്നവരെ ഒഴിവാക്കി പരമാവധി യുവാക്കൾക്ക് അവസരം നൽകിയാകും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുക. യുവാക്കളെ അണിനിരത്തി ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കുക, ഒപ്പം മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ള പരിചയസമ്പന്നരെയും പരിഗണിക്കുന്നതിലൂടെ കോർപ്പറേഷനിൽ മുന്നേറ്റം നടത്താനാകുമെന്നുകൂടി കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ട എന്ന് ഉറപ്പുള്ളതും തർക്കമില്ലാത്തതുമായ 48 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായതായാണ് വിവരം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയാണ് KS ശബരിനാഥൻ. പിതാവ് G കാർത്തികേയന്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. 2015 ഉപതെരഞ്ഞെടുപ്പിൽ അരുവിക്കര മണ്ഡലത്തിൽ CPMലെ കരുത്തനായ M വിജയകുമാറിനെ 10,128 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു തുടക്കം. 2016 വിജയം ആവർത്തിച്ചുവെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന അദ്ദേഹം KPCC പുനഃസംഘടനയിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമായി.